വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അതിനായിട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കുറച്ച് പേരുടെ പേര്, സെക്സ്, ടാക്സബിൾ ഇൻകം ഈ 3 വിവരങ്ങളാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയുന്നത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദി ബേസ് ഓഫ് ടാക്സബിൾ ഇൻകം ആണ്. പക്ഷേ എല്ലാവർക്കും ഒരേ രീതിയിലല്ല ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ രീതി എന്ന് പറയുന്നത് ഈഫ് ടാക്സബിൾ ഇൻകം ഈസ് ബിലോ 2,50,000 ടാക്സ് ഈസ് നിൽ. ടാക്സബിൾ ഇൻകം 2,50,000 കുറവാണെങ്കിൽ ടാക്സ് ഇല്ല. ടാക്സബിൾ ഇൻകം 2,50,000 ടു 5 lakh ആണെങ്കിൽ 10% ആയിരിക്കും ടാക്സ് റേറ്റ്. 2,50,000 മുതൽ 5 ലക്ഷം വരെയാണ് ടാക്സബിൾ ഇൻകം എങ്കിൽ 10% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. 5 ലക്ഷത്തിൽ കൂടുതലാണ് ഇൻകമെങ്കിൽ 20% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ 3 തരത്തിൽ നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമുക്ക് നോക്കാം. ആദ്യം ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അതേപോലെ എൻ്റർ ചെയ്യുക. എന്നിട്ട് അടുത്ത കോളത്തിൽ ഡി എന്ന് പറയുന്ന കോളത്തിൽ ഫസ്റ്റ് സെല്ലിൽ നമുക്ക് ആദ്യം എഴുതുക ടാക്സ്. എത്രയാണോ ടാക്സ് ഒരാളുടെയും വരുന്നത് ആ ടാക്സ് ഈ കോളത്തിലാണ് വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ആളുടെ ടാക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ഈഫ് ടാക്സബിൾ ഇൻകം, ഫസ്റ്റ് പാർട്ടിയുടെ ടാക്സബിൾ ഇൻകം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 lakh, 5 ലക്ഷമോ 5 ലക്ഷത്തിൽ കൂടുതലോ ആണെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് C2 ഇൻറ്റു 20% ആണ്. ഇതാണ് ആദ്യത്തെ കാൽക്കുലേഷൻ വരുന്നത്. ടാക്സബിൾ ഇൻകം 5 ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടാക്സബിൾ ഇൻകത്തിൻ്റെ 20% ആണ്. അതല്ല എങ്കിൽ ഈഫ് ടാക്സബിൾ ഇൻകം ദാറ്റ് ഈസ് C2 greater than or equal to 2,50,000. ഇപ്പോൾ ടാക്സബിൾ ഇൻകം 2,50,000 അതിൽ കൂടുതലോ ആണെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടാക്സബിൾ ഇൻകത്തിൻ്റെ 10% ആണ്. അതായത് C2 പറയുന്ന ടാക്സബിൾ ഇൻകത്തിൻ്റെ 10%. അതല്ല എങ്കിൽ 0 ആണ് വരേണ്ടത്, നില്ലാണ്, ടാക്സ് വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. ഒന്നുകൂടി പറയാം. ഈക്വൽ ടു ഈഫ് C2 എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 lakh ആണെങ്കിൽ C2യുടെ 20% ആയിരിക്കും ടാക്സ്. അതല്ല എങ്കിൽ C2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2,50,000 ആണെങ്കിൽ C2യുടെ 10% ആയിരിക്കും ടാക്സ്. അതല്ലെങ്കിൽ 0 ആണ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ, നമുക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ താഴേക്ക് കോപ്പി ചെയ്യാം. ആയിക്കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 2,39,000 ആണ്. 2,50,000 കുറവാണ്, അതുകൊണ്ടാണ് 0 വന്നത്. ഇനി ഇതിൻ്റെ ടോട്ടൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ഓട്ടോ സം എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ ടോട്ടൽ ടാക്സ് ഇവിടെ കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.